ന്യൂയോർക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ടൈംസ് സ്ക്വയറിലെ വലിയ കെട്ടിടങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ടാറ്റു ഷോപ്പിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയും വിശുദ്ധ കുരിശും മറ്റ് ക്രിസ്തീയമായ ചിത്രങ്ങളുമെല്ലാം കാണാം. ഇതെന്തുകൊണ്ട്? ഇതിനു പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നീ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഈ ടാറ്റു പാർലറിന്റെ ഉടമയായ ടോമി ഹൗലിഹാന്റെ ജീവിതം തന്നെയാണ് അതിനുള്ള ഉത്തരം. 1990 മുതൽ ഹൗലിഹാൻ ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. മിഡ് ടൗൺ മാൻഹട്ടന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹെൽസ് കിച്ചണിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. 18 വയസ്സുള്ളപ്പോൾ ഹൗലിഹാൻ തന്റെ കരിയർ ആരംഭിച്ചു. തന്റെ ടാറ്റു കരിയറിന്റെ ആദ്യ വർഷങ്ങളിൽ ധാരാളം പണം സമ്പാദിച്ചിരുന്നതായി ഹൗലിഹാൻ പങ്കുവച്ചു. ആ സമയങ്ങളിൽ വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ച് ഒരാഡംബര ജീവിതമായിരുന്നു താൻ നയിച്ചിരുന്നതെന്ന് ഹൗലിഹാൻ പങ്കുവച്ചു. ഒരുപാട് തിന്മയുടെ സ്വാധീനങ്ങളുള്ളതും കത്തോലിക്ക വിരുദ്ധവുമായ ഡിസൈനുകളുള്ള ടാറ്റുകൾ അദ്ദേഹം അനേകർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. 5 വർഷം മുൻപ് അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തി. ആ മടങ്ങിവരവിന് കാരണമായത് അത്ഭുത മെഡലായിരുന്നു. അത്ഭുത മെഡലിന്റെ ശക്തി വഴി മുൻ സാത്താനിസ്റ്റായ സക്കറി കിങ്ങിന്റെ ശക്തമായ പരിവർത്തനമായിരുന്നു ഹൗലിഹാന്റെ പരിവർത്തനത്തിന് പിന്നിലെ പ്രധാന കാരണം. അങ്ങനെ ആ മെഡൽ വഴി ഹൗലിഹാനും ഒരു മരിയ ഭക്തനായി മാറുകയായിരുന്നു. അതിനുശേഷമായിരുന്നു വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുകയും തന്റെ ടാറ്റു ഷോപ്പ് എന്ത് ചെയ്യണമെന്നറിയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം നിരവധി പുരോഹിതന്മാരോട് സംസാരിച്ചു. അതിന്റെ ഫലമായി തന്റെ ഷോപ്പ് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കും എന്ന തീരുമാനത്തിൽ ഹൗലിഹാൻ എത്തിച്ചേർന്നു. ഷോപ്പിലെ തിന്മയുടെ സ്വാധീനമുള്ള ചിഹ്നങ്ങളെല്ലാം നീക്കം ചെയ്ത് അവിടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വിശുദ്ധ കുരിശും മറ്റ് ക്രൈസ്തവ ചിഹ്നങ്ങളും സ്ഥാപിച്ചു. ഷോപ്പിൽ വരുന്ന ഓരോ വ്യക്തിക്കും എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച അതേ അത്ഭുത മെഡൽ നൽകും. അതുവഴി മറ്റുള്ള രാജ്യങ്ങളിലേക്കും ഈ ശുശ്രൂഷ വ്യാപിക്കുമെന്നും ഹൗലിഹാൻ പറയുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായ ഹൗലിഹാൻ അത്ഭുത മെഡലിനുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് തന്റെ ഷോപ്പിനെ കാണുന്നതെന്നും പറയുന്നു.